അടുത്ത എക്സാമ്പിൾ 9.6 ആണ്. ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ് ഇൻ എയർ ഫോൾസ് ഓൺ എ സ്പെറിക്കൽ ഗ്ലാസ് സർഫസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് 1.5 ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് 20 cm. The distance of the right source from the glass surface is 100 cm. At what position the image is formed? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു സ്പെറിക്കൽ സർഫസ് ഉണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് അതിനകത്തെ ഗ്ലാസ് സർഫസ് ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. നമുക്ക് തന്ന എല്ലാം എഴുതി വെക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ 20 cm. ദ ഡിസ്റ്റൻസ് ഓഫ് ദ റൈറ്റ് സോഴ്സ് ഫ്രം ദ ഗ്ലാസ് സർഫസ്, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് യു 100 cm. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഇസ് വി കണ്ടുപിടിക്കേണ്ട കാര്യം. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, എന്താണ് μ2/v minus μ1/u is equal to μ2 minus μ1/r. ഇത് നമ്മൾ ഏത് കർവ്ഡ് സർഫസിൻ്റെ ഇക്വേഷനായിട്ട്, സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റെഫർ ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് റിഫ്രാക്ഷൻ ഓഫ് എ സ്പെറിക്കൽ സർഫസ് എന്ന ടോപ്പിക്കിൽ 325 പേജിൽ, അതായത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അനുസരിച്ച് 325 പേജിൽ ഇതേ ഇക്വേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷനുണ്ട്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ലേൺ ദ ഇക്വേഷൻ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ മെൻഷൻ ചെയ്ത ഇക്വേഷൻ നിങ്ങളെന്തായാലും നോക്കണം. μ2/v minus μ1/u is equal to μ2 minus μ1/r. ഇതാണ് ഇക്വേഷൻ. സോ μ2, അപ്പോൾ നിങ്ങൾ ചോദിക്കും μ1 തന്നിട്ടില്ലല്ലോ, ഇത് μ2 ആണേ. μ1 എന്ന് വെച്ചാൽ എയർ ആണ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണെന്ന് നമുക്കറിയാം. സോ μ2 എന്ന് പറയുന്നത് 1.5/v ആണ് കണ്ടുപിടിക്കേണ്ടത്. μ1 1 ആണ്, u എന്ന് പറയുന്നത് 100 cm ആണ്. μ2 മൈനസ് μ1/r എന്നാണ്. സോ 1.5 minus 1/r is 20. സോ നമുക്കറിയാം 1.5 minus 1 എന്ന് വെച്ചാൽ 0.5/20 ആണ്. സോ നമുക്ക് 5/200 എന്ന് എടുക്കാം. ഇത് 1.5v എന്ന് തന്നെ എടുക്കാം. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഒരു കാര്യം മറന്നുപോയി, സൈൻ കൺവെൻഷൻ ഇടാൻ ഓർത്തിരിക്കണം. ഈ റൈറ്റ്, അതായത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ റൈറ്റ് സോഴ്സ്, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് 100 cm. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ദെർഫോർ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, അതുകൊണ്ട് ഇത് നെഗറ്റീവാണ്. പിന്നെ കണ്ടുപിടിക്കുന്നതിന് സൈൻ കൺവെൻഷൻ കൊടുക്കരുത് കേട്ടോ. ഇനി അപ്പോൾ ഇതെന്താ, നെഗറ്റീവ് പോസിറ്റീവാണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവാണ്. സോ 1/100 എന്നാവും. സോ ഇതാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടിയത്. ഇനി വിനെ റെസിപ്രോക്കൽ എടുത്താൽ v/3/2 ഇസ് ഈക്വൽ ടു 5 minus 2/200 എന്ന് എഴുതാമല്ലോ അല്ലേ. ഇനി അപ്പോൾ എന്ത് പറ്റും, 3/200. സോറി, ഞാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തില്ല. 200/5 minus 2, ദാറ്റ് ഈസ് 200/3 ഇൻറ്റു 3/2 എന്ന് കിട്ടും. 3 v is equal to 100 cm നമുക്ക് കിട്ടും. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി, v is equal to 100 cm. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ. A magician during a show makes a glass lens with 1.47 disappear in a trough of liquid. What is the refractive index of the liquid? Would the liquid be water? ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു മജീഷ്യൻ ഒരു ഗ്ലാസ് ലെൻസ് ഉണ്ടാക്കി, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.47 ആയിരുന്നു. അത് ഡിസപ്പിയർ ചെയ്തു ഒരു ലിക്വിഡിൽ ഇട്ടപ്പോൾ എന്തായിരിക്കും ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ ഗ്ലാസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സെയിം ആയിരിക്കണം, എന്നാലേ അത് ഡിസപ്പിയർ ആകൂ എന്ന് വിചാരിച്ചാൽ. ഡിസപ്പിയർ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിസപ്പിയർ ആയെന്ന് വെച്ചാൽ അതിനെ കാണുന്നില്ല, അതിനകത്ത് അവിടെ കാണുന്നില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയാൽ അതൊരു പ്ലെയിൻ മിറർ പോലെ ആക്ട് ചെയ്യും.
അപ്പോൾ നമുക്കൊന്നും കാണത്തില്ലല്ലോ, ഒരു പ്ലെയിൻ മിറർ പോലെ ആക്ട് ചെയ്യും. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 ഷുഡ് ബി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2. സോ ബോത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ സെയിം, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡിസപ്പിയേഴ്സ്. അതുപോലെ തന്നെ ഇപ്പം വേറൊരു എക്സ്ട്രാ പോയിന്റ് കൂടെ പറയാം. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനാണ് കൂടുതൽ സറൗണ്ടിങ് മീഡിയത്തിനെക്കാട്ടി. അതായത് μ2 ഈസ് ഗ്രേറ്റർ ദാൻ μ1. μ1 എന്ന് പറയുന്നത് സറൗണ്ടിങ് മീഡിയമാണ്. ഇവിടെ സറൗണ്ടിങ് മീഡിയത്തിൻ്റെയും ലെൻസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ടാണ് അത് ഡിസപ്പിയർ ആയ പോലെ, അതൊരു പ്ലെയിൻ മിറർ പോലെ ആക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ലെൻസിൻ്റെ സറൗണ്ടിങ് മീഡിയം കൂടുതലാണ്. ഈ ഗ്ലാസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് ദാൻ ദ സറൗണ്ടിങ് മീഡിയം. അങ്ങനെയാണെങ്കിൽ അത് ആ ലെൻസ് പോലെ തന്നെ, ഇപ്പോൾ കോൺവെക്സ് ലെൻസ് പോലെയും കോൺകേവ് ലെൻസ് പോലെ ആക്ട് ചെയ്യും. പക്ഷേ ഇഫ് സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൂടുതൽ, ആരെക്കാട്ടി? ഗ്ലാസ് ലെൻസിനെ കാട്ടി എന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് കോൺകേവ് ആയിട്ടും, അതായത് കൺവേർജിങ് ലെൻസ് ഡൈവേർജിങ് ആയിട്ടും, ഡൈവേർജിങ് ലെൻസ് കൺവേർജിങ് അങ്ങനെയൊക്കെ ആയിട്ട് മാറും. കോൺകേവ് ലെൻസ് കോൺവെക്സ് ആയിട്ടും മാറും. കൺവേർജിങ് ലെൻസ് ഡൈവേർജിങ് ആവും, ഡൈവേർജിങ് ലെൻസ് കൺവേർജിങ് ആവും. സറൗണ്ടിങ് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ദാൻ ഗ്ലാസ് ലെൻസ്. അപ്പം ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ വുഡ് ദ ലിക്വിഡ് ബി വാട്ടർ? അത് വാട്ടർ ആവാൻ സാധ്യതയില്ല, കാരണം വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം 1.33 ആണ്, അതായത് 4/3 കണ്ടാണ്. അത് വരാൻ ചാൻസ് ഇല്ല. ഇതും ഈക്വൽ ആയിരിക്കണം. ഇനിയും ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിൾ 9.8 അത് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.